എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തളർത്തുന്ന ആ ഒരു നിഗൂഢ ശക്തി എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ സഹായത്താൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബലിയാടാവുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന മിക്ക ആൾക്കാരും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പേടി, അകാരണ ഭയം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു സ്വാധീനമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിങ് അഥവാ ഒരു കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഞാൻ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾ നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്കും ഏത് സമയത്തും കാണാവുന്നതാണ്. ഇന്ന ഒരു സമയപരിധിയൊന്നും ഇതിന് നിശ്ചയിച്ചിട്ടില്ല. എപ്പോഴാണോ ഇത് നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നതാണ് അല്ലെങ്കിൽ വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പം നിങ്ങളെ തളർത്തുന്ന ആ ഒരു നിഗൂഢ ശക്തി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. പല ആൾക്കാരും പറയാറുണ്ട് അവർ ഇത്രയും നാൾ നല്ല ആരോഗ്യവാനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ ഭയങ്കര ഊർജ്ജസ്വലരായിരുന്നു. പെട്ടെന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. അതിപ്പോൾ ജോലി ചെയ്യാനാണെങ്കിൽ അതിനൊരു മടി, എല്ലാത്തിനും ഒരു വിരക്തി, എല്ലാത്തിനോടും. അതെന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമാണോ, അല്ലെങ്കിൽ ഒരു ആഭിചാര കർമ്മം, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഈവിളായി ഏറ്റിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ്സ് നമുക്ക് എടുക്കാം. അപ്പം ഇതാണ് കാർഡുകൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കെതിരെ, ഇത് കാണുന്ന നിങ്ങൾക്കെതിരെ കടുത്ത രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിന്ന ഒരു വ്യക്തി, ഒരു സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ കുടുംബത്തിലുള്ളൊരു വ്യക്തിയാവാം, നിങ്ങളെ അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സുഹൃത്തെന്ന് പറഞ്ഞ് ഇതൊരു റിലേഷൻഷിപ്പിനെ മാത്രമല്ല, നിങ്ങളെ ഒരു വ്യക്തി നിങ്ങളുടെ മേൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളും ബ്ലാക്ക് മാജിക് നിങ്ങൾക്കെതിരായിട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഇവിടെ കടുത്ത രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ മനസമാധാനം തകർക്കാൻ വേണ്ടി ഒരു ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ബിസിനസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ സക്സസ് ആയ ഒരു വ്യക്തിയാണ്. ഇത് കണ്ട് അസൂയ മൂത്ത ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു പുരുഷൻ്റെ എനർജിയാണ്. ഒരു വ്യക്തി, ഒരു ലേഡി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒരു സുഹൃത്ത്, അതായത് അവരുടെ ഒരു ഉറ്റ സുഹൃത്ത്, അതായത് ഒരു കൂടെ നിന്ന ഒരു കൂടപ്പിറപ്പിനെ പോലെ അവർ കണ്ട ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്നിനും ഒരു താല്പര്യം ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉറപ്പിച്ചോളൂ, ഇതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമാണ്. അല്ലെങ്കിൽ അതിശക്തയായ ഒരു സ്ത്രീ, അമാനുഷിക ശക്തി എന്നൊക്കെ പറയും, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സഹായത്താൽ അവർ നിങ്ങൾക്കെതിരായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും ബോധ്യപ്പെടുന്നതായിട്ട് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസ് വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം, എന്താണ് ഈ ഒരു സമയത്ത് വളരെ പ്രശ്നങ്ങളിലൂടെയാണല്ലോ, എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ഭയം. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ മുൻകൂട്ടി പറഞ്ഞു തരും. ചില കാര്യങ്ങൾ ഒരു അതായത് നിങ്ങൾക്ക് ഭയങ്കര ഒരു പേടി, ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നിനോടൊരു താല്പര്യം. അതായത് നിങ്ങളുടെ അന്തർബോധം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കാര്യം എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്കെതിരെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ചതിപ്രയോഗം നടത്തുന്നുണ്ട് എന്നൊരു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ചിലപ്പം ജ്യോത്സ്യരിലേക്ക് ചെന്ന് പോയി കാണും. ഈ കാണുന്ന മിക്കവരും നിങ്ങൾ ഉറപ്പിച്ചോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉൾവിളി, അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരിക ജ്ഞാനം നിങ്ങളെ അതിന് കാട്ടിത്തരുന്നുമുണ്ട്. കടുത്ത രീതിയിലുള്ള ആഭിചാര കർമ്മത്തിലൂടെ നിങ്ങളെ തളർത്തിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലുള്ള ബന്ധം കടുത്ത രീതിയിലുള്ള ആഭിചാരത്തിലൂടെ
ചെയ്ത ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് പരമ്പരാഗത രീതിയിൽ ഓരോ ആചാരപ്രകാരമുള്ള ബ്ലാക്ക് മാജിക്കുകൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിലോട്ട് ഭയങ്കരധികം വിലപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു സമാധാനമില്ല, ഉറങ്ങിയാൽ ഉറക്കം വരുന്നില്ല, രാത്രിയിലാണെങ്കിൽ എപ്പോഴും ടെൻഷൻ, അങ്ങനെയൊക്കെയാണ്. ഞാൻ മരിക്കുമോ? അപ്പം നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ദൈവാധീനം കൊണ്ട് മാത്രമാണെന്നാണ് കാർഡ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ പോലും ഉണ്ടാവില്ലായിരുന്നു. കാര്യം അതുപോലെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. പല ശക്തികൾ ഒന്നിച്ച് നിങ്ങൾക്കെതിരെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പല വ്യക്തികൾ, ഇപ്പോൾ കുടുംബമാണെങ്കിൽ തന്നെ നിങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 3 of Swords വന്നിരിക്കുന്നത് ഒരു വ്യക്തിയാണ്. അതായത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു വ്യക്തി, ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങളുടെ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന ചില ആൾക്കാരുടെ കാര്യത്തിൽ ഒരു പുരുഷനും ആവാം, ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ. കുറച്ച് പേരുടെ കാര്യത്തിൽ, മജോറിറ്റിയുടെ കാര്യത്തിൽ സ്ത്രീയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദം അവർ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. ചിലരുടെ കാര്യത്തിൽ കൂടെ നിന്ന ഒരു കാലുവാരിയ സുഹൃത്തിനെയും കാണാം. അതായത് നിങ്ങളുടെ ഉയർച്ചയിലൊക്കെ അസൂയ പൂണ്ട ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ദൈവാധീനമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല വ്യക്തികളിൽ നൈറ്റ് ഓഫ് സോഡിൻ എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ വേണ്ടിയാണ് ഇവർ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു സ്ത്രീ ചെയ്തതായിട്ട് കാണുന്നുണ്ട്, കുടുംബം ചെയ്തതായിട്ട് കാണുന്നുണ്ട്, കൂടെ നിന്ന് സുഹൃത്ത് ചെയ്തതായിട്ട് കാണുന്നുണ്ട്, ഉറ്റ സുഹൃത്ത്. ഇത് പല എനർജിയാണ്. അതുകൊണ്ടാണ്, പലരുടെ എനർജി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ട്രഡീഷൻ പരമായിട്ട്, ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഡബിൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ബ്ലാക്ക് മാജിക് പ്രയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ട ഒരു വ്യക്തി, നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നിങ്ങൾക്കെതിരായിട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കാര്യം നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന കണ്ടു, അല്ലെങ്കിൽ ബിസിനസ്സിൽ, ജോലിയിൽ നിങ്ങൾ ജീവിതത്തിൽ വളരെ മെച്ചപ്പെടുന്ന കണ്ട് ഒരു കണ്ണുകടി മൂത്ത് അവർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കെല്ലാം ദൈവമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇവരുടെ യഥാർത്ഥ മുഖമൊക്കെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കഴിഞ്ഞു. ആരാണിത് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണുന്ന മിക്കവർക്കും അറിയാം. നിങ്ങൾക്കെതിരെ ആരാണിത് മൊത്തം പരിപാടി ചെയ്യുന്നതെന്ന് നിങ്ങളേത് ദൈവമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിനെ പറ്റി നല്ലൊരു അവബോധമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പല കാര്യങ്ങളും. കാര്യം നിങ്ങൾക്കെതിരെ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാര്യം നിങ്ങൾ അത്രത്തോളം ഒരു ഇൻറ്റ്യൂട്ടീവായിട്ടുള്ളൊരു പേഴ്സണാണ്. കാര്യം സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്കൊരു ദൈവത്തിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ എന്നും അമ്പലത്തിൽ പോകുന്ന വ്യക്തികളല്ല, ഭയങ്കര ചത്ത് കിടന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു ഇതൊന്നും അല്ല കാണുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നും അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മാത്രം നമുക്കൊരു ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അമ്പലത്തിൽ പോകാത്ത വ്യക്തികൾക്കാർക്കും ഈശ്വര വിശ്വാസം ഇല്ല എന്നും, അല്ലെങ്കിൽ പള്ളികളിൽ പോകുന്ന, അല്ലെങ്കിൽ മോസ്കുകളിൽ പോകുന്നവർക്കും ആർക്കും ഈശ്വര വിശ്വാസം ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പോകാത്തവർക്കൊന്നും അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്, എല്ലാ മനുഷ്യർക്കും. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ഒരു ഫുൾ ടൈം ഒരു അമ്പലവാസി, അല്ലെങ്കിൽ ഒരു മതാചാരത്തിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പോലും നിങ്ങൾ ദൈവത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെ പ്രപഞ്ചശക്തി പലതും കാട്ടിത്തരുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്കെതിരെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നിങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെയോ പ്രവർത്തികൾ നടക്കുന്നുണ്ടോ നിങ്ങളെ കാട്ടിത്തരുന്നുണ്ട് ഈശ്വരൻ. ഒരു സ്ത്രീയുടെ എനർജി ഇവിടെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ഒരു സുഹൃത്താണെങ്കിൽ ഒരു പുരുഷൻ്റെ ഒരു എനർജിയുണ്ട്. കൂടെ നിന്ന് കാലുവാരിയ ഒരു വ്യക്തി കുടുംബം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പണത്തിന് വേണ്ടി, മനസമാധാനം കളയാനായിട്ട് പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി അത് തന്നെയാണ്. നിങ്ങൾക്കൊന്നിനും ഇപ്പം താല്പര്യമില്ലായിരിക്കും ഒരു കാര്യത്തിനും. എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കൊന്നിനും താല്പര്യമില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഒരു പാഷനില്ല നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചതിയുടെ, ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് അധികകാലം നീണ്ടു പോവില്ല. കൂടി വന്നാൽ ഒരു 2 മാസം കൂടി ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഒക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റൊക്കെ പോയി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. എത്ര ചതിപ്രയോഗം നടത്തിയാലും അത് ദീർഘകാലം നിലനിൽക്കില്ലല്ലോ. ഇവരൊരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, അതിനൊരു എൻഡ് വരുന്നുണ്ട്, ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നുണ്ട്. ഒരു ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണമൊന്നും അല്ല കേട്ടോ ഇവിടെ സംഭവിക്കുന്നത്.
ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു കാര്യത്തിന്. കാര്യം ഒരു സൈക്കിൾ എൻഡ് ആയിട്ട് അടുത്ത സൈക്കിൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ വളരെ കഠിനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാകാൻ കടന്നു പോകുന്നത്. അതിനൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ക്രൂക്കഡ് മൈൻഡിൻ്റെ ഒരു തകർച്ച വരുന്നുണ്ട്. ഈ ചെയ്യുന്ന വ്യക്തികൾക്കൊരു തകർച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് മാജിക് എനർജി പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്, ബ്ലാക്ക് മാജിക് റിമൂവലിന് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിന് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ജപിച്ചാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ പേരും നാളും അതുപോലെ നക്ഷത്രവും, പേരും നാളും, അതുപോലെ നക്ഷത്രമല്ല പേരും നാളും, ജനന തീയതി, അതുപോലെ തന്നെ ജനന സമയം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ ജപിച്ച് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോടൊപ്പം കൊടുക്കുന്ന ഇൻഡെപ്ത് ആയിട്ട് അറിയാൻ പറ്റും തീർച്ചയായിട്ടും. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷം സമാധാനമായിട്ടൊക്കെ ഇരിക്കുക. അതുപോലെ എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും റീഡിങ്ങുകൾ ഞാൻ കാണാറുണ്ട്. ഒരുപാട് സ്നേഹം, സന്തോഷം. അങ്ങനെ മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഒരിക്കൽ കൂടി ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ.